ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ചിക്കൻ 65 ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ചിക്കൻ, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കോൺഫ്ലോർ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു മുട്ട ഉടച്ചത്, ആൻഡ് കുറച്ച് മോര്, പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് കുറച്ച് മൈദപ്പൊടി ഇല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. മാരിനേറ്റ് ചെയ്ത് 1 അവർ റെസ്റ്റ് ചെയ്യാൻ, 1 അവർ ഓർ മോർ ദാൻ 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് അത് 1 മണിക്കൂർ കഴിയുമ്പോൾ ഒരു ചീഞ്ചട്ടി എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് അതിൽ നമ്മൾ എണ്ണ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കരുത്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊരു അബദ്ധം ചെയ്തു. വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമുക്ക് എന്താ ചിക്കൻ 65ൻ്റെ ടേസ്റ്റ് കിട്ടില്ല. കാരണം വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ഒന്തി നിൽക്കും. ഓക്കെ, സോ എപ്പോഴും നമ്മൾ എണ്ണ ഒഴിക്കാൻ ശ്രദ്ധിക്കുക ചിക്കൻ 65 ഉണ്ടാക്കുമ്പോൾ. എന്നിട്ട് അത് വെച്ചിട്ട് ചിക്കൻ ഇതിലെടുത്തിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മുട്ട അധികം ഇടാൻ പാടില്ല. ഞാൻ ഇട്ടപ്പോൾ മുട്ട ഇത്ര ചിക്കനും ഇത്ര മുട്ട, ഒരു മുട്ട ആവശ്യമുണ്ടായിരുന്നില്ല. അതിൻ്റെ പകുതി ഇട്ടാൽ മതിയായിരുന്നു. പക്ഷേ ഫുള്ളായതുകൊണ്ട് എൻ്റെയിലും കുറേ മുട്ടേൻ്റെയും വെളിച്ചെണ്ണേൻ്റെയും ടേസ്റ്റ് വന്നു. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് അത് പൊരിച്ചെടുക്കുക. പൊരിച്ചെടുത്ത് എല്ലാം റെഡി ആയിട്ട് അതേ എണ്ണ ബാക്കിയുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഉള്ളി, സവാള അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി അരിഞ്ഞത്, ഇത് നന്നായിട്ട് വാട്ടിയെടുക്കണം. നന്നായിട്ട് വാടുമ്പോൾ ഇതിൽ കണ്ടോ നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വാടുമ്പോൾ അതിൽ കുറച്ച് ടൊമാറ്റോ പ്യൂരി, അതായത് തക്കാളി അരച്ച് ഇതിൽ ഒഴിക്കുക. തക്കാളി അരച്ചൊഴിച്ചിട്ട് നന്നായിട്ട് അത് എന്താ പറയുക, നന്നായി മിക്സായിട്ട് വെന്ത് അതിലത്തെ എണ്ണയൊക്കെ പുറത്തേക്ക് വരുമ്പോൾ അതിലേക്ക് എന്ത് ചെയ്യണം, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലേക്ക് വിടുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലിട്ടിട്ട് വീണ്ടും വേണമെങ്കിൽ നമുക്കതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇതിൽ കശ്മീരി ചില്ലി പൗഡർ ഇട്ടാൽ അതിൻ്റെ ഒരു കളർ കിട്ടും കേട്ടോ. ഞാൻ പിന്നെ കശ്മീരി ചില്ലി പൗഡർ ഇടാത്തതുകൊണ്ടാണ് ആ കളർ വരാത്തത്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഒക്കെ ഒന്നും കൂടി കുറച്ച് ആഡ് ചെയ്യുക. അതൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഒരു നാരങ്ങ പിഴിയുക. ആൻഡ് ഇതിൽ മെയിൻ ചിക്കൻ 65ൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സോയാ സോസാണ് കേട്ടോ. കുറച്ച് സോയാ സോസ് ഇടുക. സോയാ സോസ് 2 സ്പൂണൊക്കെ ഇടാം കേട്ടോ. വലിയ നല്ലതൊന്നുമല്ല, എന്നാലും പിന്നെ ചിക്കൻ 65ൻ്റെ ടേസ്റ്റിൽ സോയാ സോസ് ഇടാം. പിന്നെ കുറച്ച് കേട് ഒഴിക്കുക. കുറച്ച് ടൊമാറ്റോ സോസും ഇടണം കേട്ടോ. ടൊമാറ്റോ സോസ് ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് വീഡിയോയിൽ കട്ടായി പോയതാണ്. ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചിട്ട് ഓൾറെഡി നമ്മൾ വറുത്തെടുത്ത ചിക്കനാണ്. അപ്പോൾ ഒന്നും കൂടി വേണമെങ്കിൽ വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് അടച്ച് വെക്കുക കേട്ടോ. ഓൾറെഡി കുറച്ച് വെള്ളം അതിൽ പാത്രത്തിലുണ്ടാവണം. കുറച്ച് വെള്ളം ഒഴിച്ചു. ആ മസാലയൊക്കെ ആ ചിക്കനിക്ക് നന്നായി പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് കുറുകാൻ അല്ലെങ്കിൽ വേവാൻ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി ചൂടാക്കി അതിന് ചട്ടീൻ്റെ അടുത്തുള്ള മസാലകളൊക്കെ ഇളക്കി സെറ്റാക്കി റെഡിയാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് അത് അടച്ച് വെക്കുക. അടച്ച് വയ്ക്കാൻ പാത്രം അടച്ച് വെച്ചിട്ട് നല്ലോണം വേവിക്കുക. വേവുമ്പോൾ നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് ചിക്കൻ 65ൻ്റെ റെസിപ്പി. നമുക്കറിയാം, പറയണ ചിക്കൻ 65 ചോറിൻ്റെ കൂടിക്കല്ല, നമ്മൾ മലയാളീസിനൊരു വീക്ക്നെസ്സാണ് ചോറ് അല്ലേ. അപ്പോൾ ചോറിൻ്റെ കൂടി നല്ല ടേസ്റ്റാണ് സംഭവം. പിന്നെ ചപ്പാത്തിൻ്റെ കൂടിയും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇന്ന് ചപ്പാത്തിയും ചിക്കൻ 65 ആണ് കേട്ടോ കഴിച്ചത്. ടാറ്റാ.